ഹലോ എവരിവൺ, ഏവർക്കും ഫ്ലൈങ് ബേർഡ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടികൾക്ക് എല്ലാ ദിവസവും ചോറും കറിയും കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടാവോ? ഇല്ലല്ല, ഇവിടെ അങ്ങനെ തന്നെയാണ്. ക്ലാസ് ഇല്ലാത്ത ദിവസമോ അല്ലെങ്കിൽ വീക്കെൻഡിൽ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണം. ഇന്ന് ഇതുപോലെ ഒരു ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു പാസ്ത ഉണ്ടാക്കാമെന്ന്. ഒരു ബേക്ക്ഡ് പാസ്തയാണ്, ചീസി ക്രീമി പാസ്തയാണിത്. മഷ്റൂമാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാസ്തയാണ്. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കുന്നു, മഷ്റൂമിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കുന്നു, ഈ മൊസറല്ല ചീസും പാർമസൻ ചീസും എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് ബേക്ക് ചെയ്യുന്നു. വളരെ കുറച്ച് നേരം മതി ഉണ്ടാക്കാം. അപ്പം അതിലേക്ക് ഈ ക്രീമിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് സോസ് ആണ്. അപ്പം അത് വൈറ്റ് സോസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. ഇതിലേക്ക് നമുക്കൊരു 300 മില്ലി പാല് വേണം, പിന്നെ ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം വേണം, പിന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ജാതിക്കയുടെ കുരു. ഇനി വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് കാണാൻ പാ. ഈ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കണം 2 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ഇതിലേക്ക് ഇടാം. തീ കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് പാലൊഴിക്കാം. ജാതിക്ക ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ഇതാണ് ഇതിൻ്റെ പെർഫ്യൂം കൊടുക്കുന്നത്. വേണമെങ്കിൽ കറുകപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. വൈറ്റ് സോസിന് ആവശ്യമായ സോൾട്ടും കൂടി ഇട്ട് കൊടുക്കാം. ചെറു തീയിൽ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. ഈ സോസ് ഒരുവിധം തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീമും കൂടി വെച്ച് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. മഷ്റൂം പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പം മഷ്റൂമിൻ്റെ മിക്സ് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടാൻ പറയാം. മെയിനായിട്ട് മഷ്റൂം വേണം, പിന്നെ ചില്ലി ടൊമാറ്റോ, പിന്നെ വേണ്ടത് ഹെർബ്, അതായത് ഒറിഗാനോ, പിന്നെ പെപ്പർ പൗഡർ, ചില്ലി ഫ്ലേക്സ്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി. ഇനി ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. വീണ്ടും ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റവ് ഓണാക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 2-3 അല്ലി വെളുത്തുള്ളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി, അത് ഇടാം. മഷ്റൂമിന് വെളുത്തുള്ളി ഭയങ്കര കോമ്പിനേഷനാണ്, ഭയങ്കര സ്മെല്ലാണ് ഇതിന് കൊടുക്കുക.
ഒന്ന് സോട്ടായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മഷ്റൂം എടുത്തിടാം. നമ്മുടെ വെളുത്തുള്ളി ഇവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കണം മഷ്റൂം ഇടാം. അതിലേക്ക് ചില്ലി ടൊമാറ്റോ കട്ട് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ ഇടാം. ഇത് കളർഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് കുരുമുളക് പൊടി ഇടാം. എരിവിനായിട്ട് വീണ്ടും ചില്ലി ഫ്ലേക്സ്, അതും ഒരു 2 പിഞ്ച് തന്നെ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോ, ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇടാം. മഷ്റൂമിന് അധികം വേവില്ല, 1-2 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന് വെള്ളം ഇറങ്ങും. അതിലേക്ക് ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. മഷ്റൂമിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. തീ ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പാസ്ത വേവിക്കാം. ഇതിൽ കുക്കിംഗ് ടൈം ഇതിൽ കൊടുത്തിട്ടുണ്ട് 10 മിനിറ്റാണ്. എല്ലാ കമ്പനിക്കാരും ഇതുപോലെ ടൈം കൊടുക്കും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒരു ബൗളിൽ വെച്ചിട്ട് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ബോയിലായി കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. അതിന് ശേഷം നമ്മുടെ കയ്യിലിരിക്കണ ഏത് പാസ്തയാണെന്ന് വെച്ചാൽ അതെടുത്ത് ഈ ബോയിൽ ചെയ്ത വെള്ളത്തിലേക്ക് ഇടാം. അങ്ങനെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാസ്ത വേവിക്കാൻ വെച്ച് വെള്ളം ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഞാനിവിടെ ഒരു 1/2 കിലോ പാസ്തയാണ് എടുത്തേക്കുന്നത്. വെള്ളം നല്ലോണം ബോയിലായിട്ടുണ്ട്. പാസ്ത ഇടാം. ഇനി ഒരു 10 മിനിറ്റ് ഇത് വേവാനായിട്ടുള്ള സമയം കൊടുക്കുക. പാസ്ത 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് വെന്തോന്ന് നോക്കാം. ഒരെണ്ണെടുത്തിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് പാസ്തയിലെ വെള്ളം ഊറ്റിയെടുത്തു. നമ്മുടെ പാസ്തയ്ക്ക് വേണ്ട ഒരുവിധം സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റേജ് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണേന്ന് നോക്കാം. ബേക്ക്ഡ് മഷ്റൂം പാസ്ത ആയ കാരണം നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വെക്കാനായിട്ട്. ആദ്യം തന്നെ നമ്മൾ റെഡി ആക്കി വെച്ചേക്കണ ഈ വൈറ്റ് സോസ് ഇതിൽ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടർ സ്ലൈസ് ചെയ്തിടാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിൻ്റെ മുകളിലേക്ക് ഇടാം.
ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് സോസ് വീണ്ടും ഒഴിക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മഷ്റൂം വീണ്ടും ലെയർ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചീസുകളാണ് ഇടേണ്ടത്. ഇത് പാർമസൻ ചീസാണ്. ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മൊസറല്ല ചീസ് നല്ലോണം സ്പ്രെഡ് ചെയ്യാം. ലാസ്റ്റായിട്ട് വീണ്ടും നേരത്തെ പോലെ തന്നെ കുറച്ച് ബട്ടർ ഇടാം. നല്ല റിച്ച് ക്രീമി ചീസി പാസ്തയാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അതിൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി ചീസി പാസ്ത വിത്ത് മഷ്റൂം ഇവിടെ ഒരുവിധം റെഡിയായി തുടങ്ങി. ഇനി നമുക്കിതൊരു ഏകദേശം 10 മിനിറ്റോളം അവനിൽ വയ്ക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി ചീസി ബേക്ക്ഡ് മഷ്റൂം പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.